ഒരിക്കലും MBBS ഒരു ഫിനാൻഷ്യൽ ഗെയിനിന് മാത്രം വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യരുത്. ആഫ്റ്റർ ഓൾ ഒരു സർവീസ് ടു ഹ്യൂമാനിറ്റി കൂടി നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. ഒരു ഡോക്ടർക്ക് 1000 പേഷ്യൻസ്. ഈ റേഷ്യോയിലേക്ക് ഇപ്പോഴും അലോപ്പതി ഡോക്ടേഴ്സിന് തന്നെ എത്തിയിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പാരൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുറത്ത് രാജ്യത്തേക്ക് പഠിക്കാൻ വിടുകയാണ്. അപ്പോൾ ഇത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കുക. നമ്മളെ വിട്ട എന്തിനാണ്, നമ്മൾ പോയ എന്തിനാണ്. അപ്പോൾ അത് കറക്റ്റ് കുട്ടികളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഒരു പേഷ്യൻറ്റിൻ്റെ അവരുടെ ലൈഫിലൊരു ബുദ്ധിമുട്ടിന് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമ്പോൾ അപ്പോൾ കിട്ടുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വേറൊരു ജോബിനും കിട്ടില്ല. സ്വന്തം പേസ്റ്റ് എടുത്ത് സ്വന്തം സോപ്പ് എടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടാരോ സ്വന്തം വാങ്ങിച്ച മുട്ടെടുത്ത് മറ്റേ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കച്ചറയൊക്കെ ഉണ്ടായ കഥകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന വേറൊരു കാര്യമാണ് ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാര്യം തണുപ്പുള്ള രാജ്യമാണ്, ഒട്ടുമിക്ക സമയവും അത് തണുപ്പ് തന്നെ ആയിരിക്കും അവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. സോ ഇതിനെങ്ങനെ ഓവർകം ചെയ്യും നമ്മൾ? അത് പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കൺട്രീനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും കറക്റ്റ് ഒരു സ്റ്റഡി നടത്തണം. തീർച്ചയായിട്ടും അതിലെല്ലാം പെടും. അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ലിവിങ് സ്റ്റൈലും കണ്ടീഷനും എല്ലാം. കാരണം നിങ്ങൾ വെറുതെ പഠിക്കാൻ മാത്രമല്ല, നിങ്ങളെ ലൈഫ് ഇനി 6 years അവിടെയാണ്. അപ്പം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണോ, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലിവിങ് സ്റ്റൈലാണോ അവിടെ നിന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പൊതുവേ നമ്മളെ മലയാളീസ് മെജോറിറ്റി ആൾക്കാർക്കും ബൈ ടൈം ക്ലൈമറ്റ് ഒന്നും വലിയൊരു ബുദ്ധിമുട്ടായി വരാറില്ല. അഫ്കോഴ്സ് നമ്മളെ നമ്മളെ ക്ലൈമറ്റ് പെട്ടെന്ന് ഇപ്പോൾ ജോർജിയ പോലുള്ള കൺട്രീസ് പൊതുവേ ക്ലൈമറ്റ് നല്ല കോൾഡാണ്, ഒരു -ഡിഗ്രിയിലൊക്കെ പോകും. അപ്പം ചെല്ലുന്ന സമയത്ത് എങ്ങനെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അവിടെ അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വീടുകളും അപ്പാർട്ട്മെന്റ്സും എല്ലാം ഫുള്ളി ഹീറ്റഡ് ആണ്. നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല വാട്ടറും ഹീറ്റഡ് വാട്ടർ കിട്ടും. കോളേജസും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല. മാത്രമല്ല അതിന് ആപ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ബൈ ടൈം നമ്മൾ അഡാപ്റ്റ് ആയിട്ട് പോകും. അതെ വെതർ അങ്ങനെ പ്രശ്നമായിട്ട് വരാറില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ജോർജിയയിലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കുട്ടികൾക്ക് എങ്ങനെയാണ്? വളരെ കൺവീനിയന്റ് ആണോ? അതെ, എങ്ങനെയാണ് വരുന്നത്? ജോർജിയയിൽ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ബസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പബ്ലിക് മെട്രോസ് ഉണ്ട്. ഒരുവിധം ജോർജിയയിൽ എല്ലാ ടിബ്ലിസി എന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റി, ആ സിറ്റിൻ്റെ അകത്ത് എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. മാത്രമല്ല സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ ട്രാൻസ്പോർട്ടിലും അവർക്ക് നോർമൽ പ്രൈസിനെക്കാളും ഒരു 50% ഡിസ്കൗണ്ട് ആയിട്ടാണ് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത്. ആൻഡ് ഭയങ്കര ചീപ്പാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരാറില്ല. ഒരുവിധം കോളേജിൽ നിന്ന് അവർ അപ്പാർട്ട്മെന്റ്സിലേക്കായാലും അതുപോലെ എവിടേക്കെങ്കിലും പോകണമെങ്കിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ ഉപയോഗിക്കാനുള്ള അവൈലബിലിറ്റി അതിൽ ഇതുണ്ട് അവിടെ. അതുപോലെ തന്നെ നമുക്ക് ഒട്ടുമിക്ക സ്റ്റുഡൻസും ഗേൾസാണ്. നമുക്കറിയാം GCC നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒക്കെ അധികം പെൺകുട്ടികളാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ പാരൻസിൻ്റെ മെയിൻ കൺസേൺ ആണ് സേഫ്റ്റി. ഇപ്പം നിങ്ങൾ ഒരു 6 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞു. സോ ആസ് ഫാർ ആസ് യുവർ കൺസേൺ, സേഫ്റ്റിയെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് ജോർജിയയിൽ മെഡിസിൻ പഠിക്കാൻ അല്ലെങ്കിൽ വിദേശത്തൊരു MBBS പഠിക്കാൻ ജോർജിയനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സേഫ്റ്റി ഉണ്ട് ആ കൺട്രിയിൽ നിന്നുള്ളത്? ഓക്കെ, സോ ജോർജിയനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് കൺട്രിയാണ്. അത് ഗേൾസിന് നല്ല ബോയ്സിനായാലും ആർക്കായാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ക്ലാസ്സസ് നൈറ്റ് ക്ലാസ് ഉണ്ടാവാറുണ്ട്. നൈറ്റ് വരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്താലും നമ്മൾ പുറത്തിറങ്ങി നടന്നാൽ പോലും ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ നമ്മുടെ ബോധർ ചെയ്യാൻ ആരും വരാറില്ല. അതുപോലെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം, അതുപോലെ പോലീസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പോലീസിനെ വിളിച്ചാൽ ആ സ്പോട്ടിൽ വരും അവർ. അപ്പം അങ്ങനത്തെ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല. അതുപോലെ ലോക്കൽസും അങ്ങനെ പ്രശ്നക്കാരൊന്നും ഇല്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നത്. അതുപോലെ തന്നെ ജോർജിയയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കുറച്ചുകൂടി ഫെസിലിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ആക്ച്വലി പബ്ലിക് യൂണിവേഴ്സിറ്റി ആയാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും നമുക്ക് കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ വലിയ ഡിഫറൻസ് വരാൻ പോകുന്നില്ല. നമ്മൾ ആ കൺട്രീൻ്റെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് കിട്ടുക. ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒന്നും കൂടി ഫീസിബിൾ ആണ്. നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ അതുപോലെ അവർ നമുക്ക് തരുന്ന ക്ലിനിക്കൽ സ്കിൽസും ഒന്നുകൂടി നല്ലതാണ്. മാത്രമല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒന്നും കൂടി നമ്മുടെ NMC റെഗുലേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി അപ്ഡേറ്റഡ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോഴത്തെ നിലവിൽ ഒന്നും കൂടി. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയക്ക് തന്നെ സ്വന്തമായിട്ട് 4 മെഡിക്കൽ കോളേജും 27 മെഡിക്കൽ കോളേജായിട്ട് അഫിലിയേറ്റഡ് ആണ് അവർ. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഒന്നും കൂടി കൂടുതലാണ്, ക്ലിനിക്കൽ എക്സ്പോഷറൊക്കെ കുറച്ചുകൂടി കൂടുതലാണ്. അത് ഗവൺമെൻറ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് അത്രയധികം യൂണിവേഴ്സിറ്റികളും കാണുന്നില്ല, അത്രയധികം ഫെസിലിറ്റീസുകളും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കാണാറില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും?
മെയിൻ റീസൺ ഒന്നാമത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ പഴയ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർക്ക് തന്നെ പെട്ടെന്നൊരു ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. NMC റൂൾസ് ഒക്കെ എല്ലാ വർഷവും പലതായി മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആയി മാറാൻ പറ്റും. മാത്രമല്ല അവർക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിന്റെ സജഷൻസ് വരെ അവർക്ക് മുൻനിർത്താൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്കിൽസ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവിടെ ക്ലിനിക്കൽ സ്കിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ നല്ല ഡെവലപ്പായി വരുന്നുണ്ട്. എന്നാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ പെട്ടെന്നൊരു ചേഞ്ചസ് അവർക്ക് വരുത്താൻ പറ്റില്ല. കാരണം കുറേ റൂൾസും അങ്ങനെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവർ പണ്ടത്തെ ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത്. അതായിരിക്കും ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ജോർജിയയിൽ പ്രധാനമായിട്ട് ഫുഡ് എങ്ങനെയൊക്കെയാണ്? മെയിനായിട്ട് അവരുടെ മെയിൻ ഫുഡ് എന്തായിരിക്കും? അത് നമുക്ക് ഓക്കെയാണ് ആ ഫുഡ്? നമുക്ക് പൊതുവെ മലയാളീസിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇപ്പം ഞാനൊക്കെ അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കാറ്. നമ്മൾ അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. നമ്മളെ സ്റ്റൈൽ ഓഫ് ഫുഡൊക്കെ ഉണ്ട്. ചിക്കൻ ആയാലും മീറ്റ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. എന്ന് കരുതി ഒരിക്കലും നമ്മളെ മാതിരി അത്രയും മുളകും ഇട്ട് കിട്ടണം എന്നില്ല. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഫുഡ് ആയിരിക്കും. എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഫുഡൊന്നല്ല. നമ്മൾ ബൈ ടൈം എങ്ങനെയാണ് നമുക്ക് അഡാപ്റ്റ് ആയി പോകാൻ പറ്റും. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ജോർജിയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെസ്സ് അവൈലബിൾ ആണ്. കുക്കിംഗ് ഒക്കെ മടിയുള്ളവർക്ക് മെസ്സൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാ, കുക്കിംഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ കുക്ക് ചെയ്യട്ടെ. അവർ സ്കിൽ ഡെവലപ്മെന്റ് കൂടിയാണ്. നമ്മൾ അപ്പാർട്ട്മെന്റിലൊക്കെ ഒരു 3-4 പേര് നിൽക്കുകയാണെങ്കിൽ രസമായിട്ട് കുക്കിംഗ് ഒക്കെ രസമാണ്. നമ്മളൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യമാണത്. ഫ്രണ്ട്സൊക്കെ കൂടി കുക്ക് ചെയ്യുക ഒക്കെ നല്ല രസമുള്ള സംഭവമാണ്. ഇപ്പം നമുക്ക് ജോർജിയയിൽ പഠിക്കുന്ന സമയത്ത് ഈ ലെക്ചേഴ്സും, അതായത് പ്രൊഫസർമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറ്? പ്രൊഫസേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുൾ ആട്ടോ. അതായത് എല്ലാ ഡോക്ടേഴ്സും ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ രീതിക്കോ അവരാരും പെരുമാറാറില്ല. ഫോറിൻ സ്റ്റുഡൻസ് ഒക്കെ ഒരു ക്ലാസ്സിലുണ്ടാവാറ്. അതായത് ഫോറിൻസിന് നമുക്ക് ഇംഗ്ലീഷിലാണ് ക്ലാസ് ഒക്കെ ഉണ്ടാവാറ്. ആൻഡ് ഇംഗ്ലീഷിൽ അത്രയും നല്ല അറിവില്ല ഡോക്ടേഴ്സ് തന്നെയാണ് അവർ ക്ലാസ് എടുക്കുക. അവർ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും, അതുപോലെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പോൾ ക്ലിനിക്കിൽ നമുക്ക് ഒരു സർജറി കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവരതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും. ഒരിക്കലും നോ എന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ ഒരു ഡിസ്ക്രിമിനേഷനിൽ ഇതുവരെ ഒരു ഡോക്ടറും പെരുമാറാൻ കണ്ടിട്ടില്ല. നമ്മൾ പഠിക്കാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് പറഞ്ഞു തരാൻ. അവരതിൻ്റെ ഹെൽപ്പും ചെയ്തു തരും. ഇപ്പോൾ ഈ ജോർജിയയിലൊക്കെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഓവർ ക്രൗഡഡ് ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത്, നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവേ നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം ആ യൂണിവേഴ്സിറ്റി സിസ്റ്റം എങ്ങനെയാണ്, സ്റ്റഡി സിസ്റ്റം എങ്ങനെയാണ്, ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. പൊതുവെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരു ക്ലാസ്സിൽ മാക്സിമം കുറച്ച് ഗ്രൂപ്പ് ലെക്ചേഴ്സിന് കുട്ടികളുണ്ടാവും. എന്നിരുന്നാൽ പോലും അവരെ ഗ്രൂപ്പാക്കിയിട്ട് മാറ്റും, ചെറിയ ഗ്രൂപ്പായി മാറ്റും. ഒരു 15-20 സ്റ്റുഡൻസ് ആയിട്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ക്ലിനിക്കൽ സ്കിൽസ് കൊടുക്കുന്ന സമയത്ത് ഒരു ഡോക്ടർക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മാത്രമല്ല അവർക്കൊരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തോ, ഒരു സൂച്ചറിങ്ങോ അല്ലെങ്കിൽ ഒരു കാനറ്റ് പഠിക്കുന്ന സമയത്തോ എല്ലാവർക്കും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടണമെങ്കിൽ ചെറിയ ഗ്രൂപ്പായിരിക്കണം. അതെനിക്ക് തോന്നുന്നു അവിടെ വിദേശത്താണെന്നോടെയും നമുക്ക് ആപ്റ്റായി കിട്ടുന്നത്. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും യൂഷ്വലി? ഇപ്പം ഞാൻ പഠിച്ച സമയത്ത് നമ്മളൊരു ഗ്രൂപ്പിൽ മാക്സിമം 15-20 സ്റ്റുഡൻസ് ഉണ്ടാവാറുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടും. അവർക്ക് പറഞ്ഞു തരാൻ സിമ്പിളാണ്. അപ്പം അതൊക്കെ നല്ലതാണ്. ഇപ്പം നമുക്ക് വിദേശത്ത് MBBS, അതായത് ജോർജിയയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യാൻ കിട്ടുന്ന ഒരു മൊമെൻ്റ് എപ്പോഴാണ്? അതായത് ഏത് സെമസ്റ്റർ ഓൺവേർഡ്സ് ആണ് അവർക്ക് പേഷ്യൻറ്റുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ കിട്ടുന്നത്? നമുക്ക് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ബേസ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബേസിക് മെഡിക്കൽ സ്കിൽസ് ഒക്കെ ഇതിൽ കിട്ടുക, അതാണ് നമ്മളെ ബേസ്. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം മെഡിസിന്, സർജറി, ഗൈനക്ക് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽസിലായിരിക്കും ക്ലാസ് വരിക. അപ്പോൾ ഈ ഹോസ്പിറ്റൽസിൽ പോകുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ ഡോക്ടേഴ്സിനെ നമ്മളിപ്പോൾ സർജറി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കും, ഇന്ന് സർജറി ഉണ്ട് നിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ കിട്ടുക ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആവുന്ന സമയത്താണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും അവൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സാണ് അവനെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിദേശത്ത് MBBS ഒക്കെ എടുക്കുന്ന ഒരു കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു നല്ല സ്കിൽ തന്നെ വേണം. അതായത് നമ്മൾ ചെല്ലുന്ന പുതിയ രാജ്യത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയാസ് എന്നുള്ള കുട്ടികളെ വരിക. അപ്പം നമ്മൾ നല്ലൊരു സർക്കിൾ ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ നമ്മളും കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റില്ല, വേറെ ആൾക്കാരെ കൂടെ നിൽക്കുകയാണ്.
പൊതുവെ പെൺകുട്ടികളെല്ലാം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ. അതെ അതെ അതായത് കുറെ കുട്ടികൾ നിൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുക, അതൊക്കെ ഒഴിവാക്കുക. അതായത് നമ്മൾ പോയ കാര്യം പഠിക്കാനും വേണ്ടിയാണ്, അതെ അതെ നമ്മളെ കൂടുതൽ നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പൊ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും, എന്നാൽ ഭയങ്കര കോംപ്രമൈസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കണം എന്ന് പറയുന്നില്ല, എന്നാലും കണ്ടറിഞ്ഞ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അതെ കാരണം എല്ലാവരും പുറത്ത് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പാരൻസോ ഫ്രണ്ട്സോ മീൻസ് നാട്ടിലത്തെ ഫ്രണ്ട്സും ഇല്ലാതെ നിൽക്കുകയാണ്, പുതിയ ഫ്രണ്ട് സർക്കിളിലേക്ക് വരികയാണ്. അപ്പം തമ്മിൽ ഹെൽപ്പ് ചെയ്ത് പോയാൽ അവർക്ക് ബൈ ടൈം നല്ലൊരു ഫ്രണ്ട് സർക്കിളും ബിൽഡ് ചെയ്യുക, അവരുടെ സെൽഫ് ഗ്രോത്തിനും അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഫ്രണ്ട് സർക്കിൾ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ നമുക്കറിയാം സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ന്യൂലി ജോയിൻ്റ് ആയുള്ള സ്റ്റുഡൻസ് ഒക്കെ +2 കഴിഞ്ഞ് ജസ്റ്റ് അവരുടെ കുട്ടിപ്രായമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് വരുന്ന കുട്ടികളാണ്. അവർക്ക് എപ്പോഴും ആ ഒരു സ്കൂൾ പ്രായം കഴിഞ്ഞ് വരുന്ന ഒരു വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സമയത്താണ് അവർ അഡ്മിഷൻ എടുക്കുന്നത്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ വാശി പിടിക്കുക, ചെറിയ റൂംമേറ്റ്സുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുക. നമ്മൾ പലയാവർത്തി അവരുടെ അടുത്ത് പറയാറുണ്ട്, ഇതൊന്നും അല്ല റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങൾ ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ചിലപ്പോൾ പേഷ്യൻ്റായിട്ട് നിങ്ങളുടെ ശത്രു ആയിരിക്കാം വരുന്നത്. അപ്പോൾ അവരോട് വരെ നിങ്ങൾ ചിരിച്ച സമീപനം കൊണ്ട് നിങ്ങൾ നേരിടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ 6 വർഷം നിങ്ങൾ MBBS കഴിഞ്ഞു, അവിടുത്തെ പഠനം കഴിഞ്ഞു, ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള ഒരു ആൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിൽക്കുമ്പോൾ വരാൻ പോകുന്ന കുട്ടികൾക്ക്, പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അതെ, പൊതുവെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ +2 കഴിഞ്ഞ് അവിടെ ചെറിയ പ്രായം കഴിഞ്ഞിട്ട് നേരെ വിദേശത്ത് പോവുകയാണ്. പുതിയ ഫ്രണ്ട് സർക്കിൾ, പുതിയ ലിവിങ് കണ്ടീഷൻ, അങ്ങനെ പോകുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഫൈറ്റ് ഉണ്ടാവുന്നതും വാക്ക് തർക്കം ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ചെറിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വന്തം പേസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ സ്വന്തം സോപ്പ് എടുത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടാരോ സ്വന്തം വാങ്ങിച്ച മുട്ടെടുത്ത് മറ്റേ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കച്ചറയൊക്കെ ഉണ്ടായ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം ഭാവിയിൽ നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കും, കാരണം ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം നിങ്ങളൊക്കെ ഡോക്ടറാകാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക, നിങ്ങൾക്ക് ഇതിലും വലിയ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ കിടക്കുന്നു ലൈഫിൽ. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ലിവിങ് കണ്ടീഷൻ അവിടെ കിട്ടും, നല്ല കുറച്ച് മൊമെന്റ്സ് ഉണ്ടാക്കുക. ഈ 6 years എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതോടുകൂടി നിങ്ങളെ സെൽഫ് ഗ്രോത്തിനും സെൽഫ് ഡെവലപ്മെൻറ്റും നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, പോസിറ്റീവായിട്ട് മറക്കാൻ പറ്റാത്തൊരു 6 years അവിടെ ഉണ്ടാക്കിയിട്ട് വരാൻ പറ്റും. അതായത് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, അപ്പോൾ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കൺസേൺസുകൾ ഉണ്ടാവും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അവർ വേറൊരു രാജ്യത്ത് നിൽക്കുകയാണ്, അവർ കുട്ടികളെ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യണം, ഡെയിലി അവരെ വിളിക്കണം, വീഡിയോ കോൾ ചെയ്യണം, അങ്ങനെ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ രക്ഷിതാക്കൾ പുലർത്തേണ്ടതുണ്ട്. രക്ഷിതാക്കളോട് പറയാനുള്ളൊരു കാര്യം, ഒരു അഡ്വൈസ് എന്താണ്? പാരൻസ് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് വെക്കുക കുട്ടികളായിട്ട്. അതായത് പുറത്ത് പഠിക്കുകയാണ്, അവരുടെ സർക്കിൾ എന്താണ്, ഫ്രണ്ട്സ് എന്താണ്, ലിവിങ് കണ്ടീഷൻ എന്താണ്, അവർ ഓക്കെ ആണോ, മെൻ്റലി ഓക്കെ ആണോ, അവരെ ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് പോകുന്നുണ്ടോ, ഒക്കെ കറക്റ്റ് അന്വേഷിക്കുക. പിന്നെ അവരെ കൊണ്ടുപോയ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും സമീപിക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അവരെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കറക്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ കുട്ടികൾ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മന്ത്ലി അയക്കുന്ന പൈസ എങ്ങനെയാണ് ഉപയോഗിച്ച് പോകുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് ധാരണ വേണം. അതിൻ്റെ കൂടെ രക്ഷിതാക്കളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വിശ്വസിച്ചിട്ട് പുറത്തൊരു രാജ്യത്തേക്ക് പഠിക്കാൻ വിടുകയാണ്. അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പാരൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുറത്തൊരു രാജ്യത്തേക്ക് പഠിക്കാൻ വിടുകയാണ്. അപ്പം ഇത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കുക, നമ്മളെ വിട്ട എന്തിനാണ്, നമ്മൾ പോയ എന്തിനാണ്. അപ്പം അത് കറക്റ്റ് കുട്ടികളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് തന്നെ അവരെ സ്റ്റഡീസിനെ പറ്റി അറിയാൻ പറ്റും, അവരെ മാർക്സ് എത്രയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, അതായത് സ്റ്റഡീസിനെ പറ്റി അന്വേഷിക്കുക അവരെ പറ്റിയിട്ട്. അല്ലാതെ നേരെ MBBS പറഞ്ഞയച്ചിട്ട് പിന്നെ 6 വർഷം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തം ഒരിക്കലും കഴിയുന്നില്ല. എങ്ങനെയാണ് ആ കുട്ടി പോകുന്നത്, അവരുടെ ലൈഫിൽ എങ്ങനെ പോകുന്നു എന്നൊക്കെ കറക്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുക. നല്ലതാണ്, അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ ഫസ്റ്റ് എത്തേണ്ടത് രക്ഷിതാക്കളുടെ അടുത്തേക്കാണ്. ആ ഒരു സ്ട്രോങ് ഇത് ബിൽഡ് ചെയ്യുക, ബോണ്ട് ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ വിദേശത്ത് MBBS എടുക്കുന്ന സമയത്ത് ഏജൻസിൻ്റെ റോൾ എന്താണ്? ഏജൻസിക്ക് എത്രമാത്രം ഒരു കുട്ടിയിൽ റോൾ ഉണ്ട്? അതെ, ഇപ്പം നാട്ടിൽ മുഴുവൻ വിദേശ MBBS ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസി നമുക്ക് വെറുതെ ഒരു അഡ്മിഷൻ തന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല. 6 years നമുക്ക് വേണ്ട സപ്പോർട്ട്, നമ്മുടെ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ലോക്കൽ സപ്പോർട്ട് മുതൽ എന്താവശ്യത്തിനും അവരുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിപ്പം ചിലപ്പം അവിടെ ഉള്ള ഏജൻസിക്ക് അത് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും അതുപോലെ അവർ ത്രൂ പോയ സ്റ്റുഡൻസോട് സംസാരിക്കുക, അവരെ വർക്കിംഗ് എങ്ങനെയാണ്,
കാര്യങ്ങൾ ഫുൾ നമ്മൾ ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. ഏജൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കുട്ടിക്ക് ഇപ്പം പുറത്ത് താമസിക്കണം, കുട്ടി വിദേശത്ത് പഠിക്കുകയാണ്, അത് ആ കുട്ടിക്ക് പാരൻസിനേക്കാളും കൂടുതൽ അവർക്കൊരു ഹെൽപ്പ്, ഹാൻഡ്സ് ഓൺ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏജൻസിക്കാരായിരിക്കും. അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും കുട്ടിക്ക് വിളിക്കാൻ പറ്റിയ രീതിക്ക് ഒരു ഏജൻസി ആയിട്ട് വേണം, ഒരു ലോക്കൽ ഗാർഡിയൻ ആണ്. അതെ അതെ. അപ്പം അത് ചൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല ഇത് ചൂസ് ചെയ്യണം, വേണം ചൂസ് ചെയ്യാൻ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് വിദേശ MBBS ഇത്ര അധികം ഡിമാൻഡ്? നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വിദേശത്ത് MBBS പോകുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ഹ്യൂജാണ്. എന്തുകൊണ്ടാണ് വിദേശ MBBS ഇത്ര അധികം ഡിമാൻഡായിട്ട് വരുന്നത്? അതെ, ഈ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ വിദേശത്തേക്ക് MBBS പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നൊരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പം 2024 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 22 ലക്ഷം കുട്ടികളാണ് നീറ്റ് എഴുതിയത്, നീറ്റ് എക്സാം എഴുതിയത്. അതിൽ ഓൾമോസ്റ്റ് 50%, 10 ലക്ഷം കുട്ടികൾ MBBS വിചാരിച്ച് എഴുതിയതായിരിക്കും. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ 2024 58,000 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റുകൾ അവൈലബിൾ ഉള്ളൂ. ബാക്കി അത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ ആരും പഠിക്കാൻ മോശക്കാരായതല്ല, സീറ്റിന്റെ കുറവ് കാരണം കിട്ടാതെ പോയതാണ്. അപ്പൊ അവർക്ക് അവരുടെ ഡ്രീം ഫോളോ ചെയ്യാനും അവരുടെ പാഷൻ ഫോളോ ചെയ്യാനും പിന്നെയുള്ള ഓപ്ഷൻ എന്നാൽ ഒന്നെങ്കിൽ നാട്ടിൽ പ്രൈവറ്റ് കോളേജിൽ പൈസ കൊടുത്തിട്ട് കയറാന്നില്ലാണ്, ഇല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാന്നില്ലാണ്. അപ്പൊ അവരെ നോക്കുമ്പം വിദേശത്ത് കുറഞ്ഞ ചെലവിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിടാണ്ട് കിട്ടുമ്പം, അതുപോലെ നല്ലൊരു ബെറ്റർ ലിവിങ് കണ്ടീഷന്, അതുപോലെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ, ഈ കാര്യങ്ങളൊക്കെ വിദേശത്ത് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കൂടുതൽ ഈ ട്രെൻഡ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്ര അധികം MBBS, ഫോറിൻ MBBS പഠിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ഡോക്ടേഴ്സ്? ഓക്കെ, ശരിയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു സംശയമാണ്, പാരൻസിനും കുട്ടികൾക്കൊക്കെ, ഇനി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോബ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബാക്കി ജോബ് പോലെ ഇന്ത്യയിൽ MBBS ഡോക്ടേഴ്സിന് ജോബ് ഇല്ലാത്തൊരവസ്ഥ വരും. ശരിയാണ്, ഡോക്ടേഴ്സ് അത്രയും ഇറങ്ങി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ WHO ഇത് പ്രകാരം സ്റ്റിൽ ഡോക്ടേഴ്സിന്റെ, അലോപ്പതി ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവാണ്. അതായത് 1:1000 റേഷ്യോ ആണ് WHO പറയുന്നത്. അതായത് ഒരു ഡോക്ടർക്ക് 1000 പേഷ്യൻസ്. ഈ റേഷ്യോയിലേക്ക് ഇപ്പോഴും അലോപ്പതി ഡോക്ടേഴ്സിന്റെ എണ്ണം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം ഡെവലപ്മെന്റ് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നത് കൂടി കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം മെഡിക്കൽ ടൂറിസം, അതുപോലെ റിസർച്ച്, അങ്ങനെ കുറേ വിഭാഗത്തിലേക്ക് ഡോക്ടേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്നുണ്ട്. അപ്പം വെറും ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് അല്ലാണ്ട് വേറെയും നോൺ ക്ലിനിക്കലായിട്ടും കുറേ ഓപ്ഷൻസ് ഡോക്ടേഴ്സിന് വരുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കേട്ടോ. അതുപോലെ നിങ്ങൾ പാഷനറ്റ് ആണ്, നിങ്ങൾക്ക് ഇനിയും ഹയർ ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കറിയാം അത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു MBBS ഡോക്ടർ ജനിക്കുന്നത്. നമുക്കറിയാം 6 വർഷം, പിന്നെ അതുപോലെ അവരുടെ സമയം, അവരുടെ പൈസ എല്ലാം അത്ര അധികം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്താണ് ശരിക്കും സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ? അതായത് ഒരിക്കലും MBBS ഒരു ഫിനാൻഷ്യൽ ഗെയിനിന് മാത്രം വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യരുത്. ആഫ്റ്റർ ഓൾ ഒരു സർവീസ് ടു ഹ്യൂമാനിറ്റി കൂടി നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. കാരണം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ +2 കഴിഞ്ഞ് വേറെ കോഴ്സിന് പോയ ഫ്രണ്ട്സൊക്കെ ഒരു 3-4 ഇയേഴ്സ് കൊണ്ട് തന്നെ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങി ജോബിന് കയറി ഏൺ ചെയ്യുന്നുണ്ടാവും, സെറ്റിൽ ആവുന്നുണ്ടാവും, കല്യാണം കഴിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഈ സമയത്തൊക്കെ നമ്മൾ പഠിക്കുക, എക്സാം എഴുതുക, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പ്രായം കൂടി ഇങ്ങനെ പോകുന്നതും കാണാം. അപ്പം എല്ലാവർക്കും പൊതുവേ എനിക്ക് തോന്നിക്കണേ, എൻ്റെ കൂടുതൽ എല്ലാ ഡോക്ടേഴ്സും തോന്നിക്കണേ, നമുക്ക് തോന്നുന്നു നമ്മുടെ ലൈഫ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളത്. പക്ഷേ ബൈ ടൈം നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് വർക്കിനും എഫേർട്ടിനും ബൈ ടൈം നിങ്ങൾക്ക് ഗെയിൻ കിട്ടും എന്തായാലും. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൊസൈറ്റിയിൽ എന്തുകൊണ്ട് ഡോക്ടേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന സാക്രിഫൈസിനും നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള റെസ്പെക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ചുമ്മാ ഒരു കിട്ടുന്ന ഒരു കുറെ നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ പോസിറ്റീവ്സ്. നെഗറ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ തന്നെയാണ്, നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയും എഫേർട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിലാണ്. ബാക്കി ഒരു ജോബാണെങ്കിൽ, IT ജോബാണെങ്കിൽ നമുക്കൊരു ഫണ്ണായിട്ട് വർക്ക് ചെയ്യാം, ഫ്രണ്ട്സിന്റെ കൂടെ, കൊളീഗ്സിന്റെ കൂടെ ലിഷർ ടൈം ഉണ്ടാവും, റിക്രിയേഷണൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരിക്കലും ചിരിച്ച് കളിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ രാവിലെ മുതൽ കാണുന്നത് പേഷ്യൻസിനെയും അവരെ ബുദ്ധിമുട്ടും അവരെ കഷ്ടപ്പാടും മാത്രമാണ്. അപ്പം അതിനോടൊക്കെ നമ്മൾ അഡാപ്റ്റായി വരിക, അത് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് കണ്ടീഷന്. അപ്പം അങ്ങനെ ആകുമ്പം ബൈ ടൈം നമ്മൾ അതിന് അഡാപ്റ്റായിട്ട് മാറും. ആൻഡ് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത്, അവരുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടിന് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമ്പോൾ അപ്പോൾ കിട്ടുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വേറൊരു ജോബിനും കിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്ന് പഠിച്ചിറങ്ങിയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് കുറേ വർഷങ്ങളൊന്നും ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു പ്രാവശ്യം ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഒരു പേഷ്യൻ്റ് വന്ന്, കുറച്ച് പ്രായമായ ആളാണ്. അപ്പം മൂപ്പര് ഓൾറെഡി മൂപ്പർക്ക് വയറുവേദനയായിട്ട് വന്നതാണ്. വയറ്റൊന്നും പോകുന്നില്ല. കേൾക്കുമ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമല്ല. കുറേ ദിവസമായിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് മൂപ്പര് ഓൾറെഡി ഒരു ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് മെഡിസിനൊക്കെ എടുത്ത്, എന്നിട്ടും ശരിയാവുന്നില്ല. അങ്ങനെയാണ് ക്ലിനിക്കിലേക്ക് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി വലിയ വലിയ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഒരു ഗ്യാസ്ട്രോ, അതായത് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച്, പിന്നെ നമ്മൾ ജൂനിയർ ആയിട്ടുള്ള ഞാനിപ്പം പ്രത്യേകിച്ച് വലിയ മെഡിസിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അവിടുത്തെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. പക്ഷെ അവരെന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ മെഡിസിൻ കൂടി തരാം, നിങ്ങളിത് കഴിച്ചു നോക്കി, ശരിയാവും നിങ്ങൾക്ക് 100% ഉറപ്പില്ല, കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കി എന്ന് പറഞ്ഞു. കൊടുത്ത് മെഡിസിൻ. പിറ്റേന്ന് രാവിലെ മൂപ്പരുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതി ഫസ്റ്റ് എന്തോ പ്രശ്നം ആയിക്കണ്, മെഡിസിൻ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അങ്ങനെ വന്നാന്ന് വിചാരിച്ചു. മൂപ്പര് വന്നിട്ട് പറഞ്ഞു, എന്റെ കുറെ ദിവസത്തെ പ്രശ്നമാണ് നിങ്ങൾ സോൾവ് ആക്കി തന്നത്, വളരെ ഉപകാരം. അതായത് അപ്പൊ അത് കേട്ടപ്പോ ഞാൻ ഫസ്റ്റ് ഒന്ന് നെറ്റിപ്പോയി. അതായത് അങ്ങനത്തെ കുറെ മൊമെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പം കേൾക്കുമ്പോ നമ്മൾ കരുതും ചെറിയ പ്രശ്നമാണ്, വയറ്റൊന്നും പോകുന്നില്ല, വയറുവേദന. പക്ഷെ അങ്ങേർക്കത് ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിരുന്നു. അപ്പൊ അത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമാണ്. അത് നമുക്ക് വേറെ ജോബിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് പഠനം കഴിഞ്ഞു, അതുപോലെ തന്നെ നാട്ടിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂമെന്റ് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നതോ, അല്ലെങ്കിൽ ആളുകൾ ഇത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളിതിനു മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏതൊരു ഡോക്ടറായാലും, ഡോക്ടറാകാൻ പഠിക്കുന്ന ആളും കാണുന്നൊരു സ്വപ്നം തന്നെയാണ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും. നമുക്ക് അറിയുന്ന ആൾക്കാരെയും നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കുമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ എല്ലാവരും സ്വപ്നം തന്നെയാണ്. അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഗുഡ് ഫീലിംഗ് തന്നെയാണത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹാർഡ് വർക്കിനൊരു റീസൺ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നും. അതെ. ഇപ്പോൾ ഡോക്ടറായിട്ട് ഈ സൊസൈറ്റിയിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നുണ്ടോ? അതെ, ഇതിന് കുറേ നെഗറ്റീവ്സിൻ്റെ പോലെ തന്നെ കുറേ പേർക്സ് ഉണ്ട്. അതിൽ മെയിൻ തിങ് എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് റെസ്പെക്റ്റഡ് ആവുന്നതിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ, കുറേ എൻജോയ്മെൻറ്റ്, ഫാമിലി ടൈം ഒക്കെ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള റെസ്പെക്റ്റും അതിനുള്ള ബെനിഫിറ്റ്സും നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇന്നറിൽ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യും, ഏതൊരു ഡോക്ടറാണെങ്കിലും എൻജോയ് ചെയ്യത് അത് വേറൊരു ഫീൽ തന്നെയാണ്. ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒരു ഫീലിംഗ് ഗുഡാണ്. നമ്മൾ ഏതൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളോട്, ഡോക്ടേഴ്സ് ആകാൻ പോകുന്നവർ, നിങ്ങൾ പോയിട്ടൊരു ഡോക്ടറാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് വേറൊരു ജോബിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് തോന്നുന്നില്ല, വേറെ പ്രൊഫഷനൊന്നും കിട്ടില്ല. ആ ഒരു സ്റ്റാറ്റസ് അത് വേറെ തന്നെയാണ്. അത് നിങ്ങൾ കൊടുത്ത ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും കിട്ടുന്നതാണ്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഹാർഡ് വർക്കും നിങ്ങൾ ഉറക്കൊഴിച്ച് പഠിച്ചതിനും കിട്ടുന്ന ഒരു അംഗീകാരം മാത്രമാണത്, അല്ലാണ്ട് വെറുതെ കിട്ടുന്നതല്ല. ഇപ്പോൾ നമ്മൾ വിദേശത്ത് MBBS എടുക്കുമ്പോഴും നാട്ടിലെ MBBSും ഒരു FMG എക്സാം കഴിയുന്നത് വരെ ആ ഒരു പാർഷ്വാലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ എല്ലാവരും ഈക്വലൻ്റ് ആണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്? അതെ, ഞാൻ പറയുന്നത് FMG എക്സാം നെസസറി ആണ്, അത് വേണം. FMG എക്സാം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ ചിലപ്പോൾ പാർഷ്യാലിറ്റി ഉണ്ടാവും. കാരണം സിമ്പിൾ ആണ്, നമുക്ക് പുറത്ത് പോയി പഠിച്ച് നേരെ വരാം, നാട്ടിലെ നീറ്റ് എക്സാം ബൈപ്പാസ് ചെയ്യാന്നൊക്കെ തോന്നും ആൾക്കാർക്ക്. നേരെ മറിച്ച് FMG എക്സാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായ എക്സാമാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, പൊതുവെ എല്ലാ ജനങ്ങൾക്കും അറിയാം FMG എക്സാം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു 8 to 10% ഒക്കെ പാസ് പെർസെൻ്റ് ഉള്ളൂ. അപ്പോൾ ആ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ഈക്വൽ ടു എൻ MBBS ഡോക്ടർ ഇൻ ഇന്ത്യ. നമ്മൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ എക്സാം നല്ല തന്നെയാണത്. അത് കഴിയുന്നതോടുകൂടി നമുക്ക് പിന്നെ ഒരു പാർഷ്യാലിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇപ്പം ഒരു ജോബിന് പോകുകയാണെങ്കിൽ ഫസ്റ്റ് അവർ ചോദിക്കുക FMG എക്സാം ക്ലിയർ ആയിട്ടുണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ എവിടെ പഠിച്ച് അതൊന്നും ക്രൈറ്റീരിയ അല്ല. നിങ്ങളിപ്പോൾ വിദേശത്ത് ഏത് കൺട്രിയിൽ പഠിച്ചാലും നിങ്ങൾ ഒരു NMC റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ FMG എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നാട്ടിലെ ഇപ്പോൾ കേരള മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പഠിച്ച ഒരു ഡോക്ടർ അതേപോലെ തന്നെ വർക്ക് ചെയ്യാം, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയി പഠിക്കുക എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം വെച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്കും പേരൻസിനും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, ഇങ്ങനെയായിരിക്കും അവിടെ അങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ അവരവിടെ എത്തുന്ന സമയത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ അവർക്ക് കിട്ടാതെ അവർ ചില സമയത്തൊക്കെ നിരാശപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. ഞാൻ ഇങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ എനിക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ എനിക്ക് എൻജോയ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. സോ ദ മൊമെൻറ്റ് ദേ കെയിം ഹിയർ ദേ വെർ ഡിസപ്പോയിൻറ്റഡ്. സോ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടോ? ചില കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്,
അപ്പാർട്ട്മെന്റ് ടൈൽസിന്റെ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പാർട്ട്മെന്റിലെ ബാത്റൂം അത്ര സൗകര്യമല്ല, കളർ രസമല്ല, എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നില്ല, തീർച്ചയായിട്ടും അങ്ങനെ കംപ്ലൈൻസ് ഉണ്ട്. അപ്പം അവര് അതൊക്കെ അനാവശ്യമായിട്ടുള്ള ഓരോ കംപ്ലൈൻസ് ആണ്. കാരണം നമ്മൾ പോകുന്ന ഒരു കാര്യമുണ്ട് പഠിക്കുക എന്നുള്ളത്, നമുക്കവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ, നമുക്കവിടെ ഒരു സേഫർ ലിവിങ് കണ്ടീഷൻ ഉണ്ടോ, നമുക്കവിടെ നല്ല സർക്കിൾ ഉണ്ടോ, നമുക്കവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് അനാവശ്യമായിട്ട് എൻജോയ്മെന്റ് ഒക്കെ എന്തായാലും ഉണ്ടാവും, പക്ഷെ അനാവശ്യമായിട്ട് ഓവറായിട്ട് നമ്മൾ എന്താ പറയാ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോസ് ഇടാനും ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്യാനല്ല നമ്മൾ പോകുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാനും അത് കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്യാൻ, നാട്ടിലോ അല്ലെങ്കിൽ എവിടെ പോയാലും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അത് നോക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളെ ബാക്കിൽ പോകുമ്പോഴാണ് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുക. സോ വിദേശത്ത് MBBS എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളും പാരൻസും നമ്മൾ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ അവർക്കുള്ള ഒരു വിഷസ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അഡ്വൈസ് ഫൈനലി ഒന്ന് പറയാൻ പറ്റുമോ? സോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പാഷൻ ഒരു ഡോക്ടർ ആവുന്നില്ലാണെങ്കിൽ ആദ്യം നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റി, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള കൺട്രി ചൂസ് ചെയ്യുക. അതുപോലെ അതിനെപ്പറ്റി കറക്റ്റ് സ്റ്റഡി ചെയ്യുക. അതുപോലെ ഇപ്പം കുറേ ഏജൻസികൾ അവൈലബിൾ ആണ് നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് പ്രോപ്പർ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഏജൻസി ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം എല്ലാം വിരൽത്തുമ്പിൽ കിട്ടും, യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഗൂഗിളിലായാലും നിങ്ങൾക്ക് എല്ലാം അന്വേഷിക്കുക. കറക്റ്റ് അവിടെ പഠിച്ച കുട്ടികളായിട്ട് കോൺടാക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം കറക്റ്റ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ ഓൾ നിങ്ങൾ ആണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ ഭാവിയിൽ നല്ലൊരു ഡോക്ടറായിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ വിദേശത്ത് MBBS നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസും പാരൻസിനുള്ളൊരു വീഡിയോ ആയിരുന്നു. വി ഹോപ്പ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. സോ ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ, എനിക്കറിയാം ഇനി ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞു പോയത് റാൻഡംലി നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയിരുന്നു ഡോക്ടറുമായിട്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ നമ്മൾ ഏകദേശം എല്ലാ മാസവും വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ഡൗട്ടുകൾ നേരിട്ട് സംസാരിച്ച് ബോധ്യപ്പെടണമെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഞങ്ങൾ തരുന്നുണ്ട്. സോ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന വെബിനാറുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വെബിനാർ നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്.